ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടൊമാറ്റോ റൈസാണ്. ടൊമാറ്റോ റൈസിന് നമ്മൾ ആദ്യം കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഡാൽഡയും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ കറുകപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും പിന്നെ കുറച്ച് ജീരകം, 2 ജീരകം എടുത്തിട്ടുണ്ട് ഞാൻ. വലിയ ജീരകവും ചെറിയ ജീരകവും എടുത്തിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് അതിന് ശേഷം പിന്നെ നമ്മുടെ കടല, പൊട്ടുകടലയും ഉഴുന്നും എടുത്ത് അതൊന്ന് നന്നായിട്ട് റോസ്റ്റായി വന്നപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് അതും കൂടി ഇട്ടായിരുന്നു. പിന്നെ നമ്മുടെ സവാള അരിഞ്ഞു വെച്ച് സാലഡിനും കൂടെ അരിഞ്ഞു വെച്ചുകൊണ്ടാണ് കുറച്ചിടുന്നത്. ബാക്കി നമ്മൾ സാലഡിന് എടുക്കും. അപ്പോൾ സവാളയും കൂടെ അരിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്തൊരു നന്നായിട്ട് വാടി വരണം. ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടും. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കല്ലുപ്പാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്, കാരണം ഇവിടുത്തെ പൊടി ഉപ്പ് തീർന്നായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മറ്റേ നിലക്കടല വറുത്ത് ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും ആയിട്ടില്ലായിരുന്നു. അപ്പം അതൊരു മിസ്റ്റേക്കായിപ്പോയി. അത് ശരിക്കും നമ്മളിത് ആയി കഴിഞ്ഞിട്ടായിരുന്നു ഈ കടലയും ഇതൊക്കെ ഇടേണ്ടത്. ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതിലെ കടലയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുറച്ചും കൂടി ഡാൽഡ എടുത്തിട്ട് ഇട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയപ്പോഴത്തേനും ഉള്ളിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ തക്കാളി, ഒരു 3 തക്കാളിയാണ്, ഞാനിപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 തക്കാളി മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഇടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. വീഡിയോസിലൊക്കെ കണ്ട പോലെ ഉണ്ടാക്കി നോക്കുകയാണ്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന 3 തക്കാളി എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും എന്നിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. പക്ഷേ ഇതിലാകെ പറ്റിപ്പോയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ആ കടലയും നമ്മൾ ഈ വറവിടുന്ന പോലെ ഇടണമായിരുന്നു. അതായത് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടുന്ന പോലെ ഇടണമായിരുന്നു, എന്നാലായിരുന്നു ടേസ്റ്റ്. പക്ഷെ ഞാനത് ആദ്യമേ ഈ കടലയും പൊട്ടുകടലയും നിലക്കടലയും ഒക്കെ ഇട്ടതുകൊണ്ട് അതും കൂടി വെന്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അത് മാത്രമായിരുന്നു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ അരി, നല്ലൊരു നെയ്ച്ചോറിൻ്റെ ജീരകശാല അരിയാന്ന് തോന്നുന്നു, ഏതരിയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, കണ്ടൊരരി എടുത്തു തന്നാണ് അമ്മ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് ഒറ്റ വിസിലാണ്. ഒറ്റ വിസിലിന് ശേഷം നമ്മളത് തുറന്നതിന് ശേഷം 4 പാത്രത്തിലാക്കി വിളമ്പിണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാലഡും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂടി കൂട്ടി കഴിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ആ കടലേൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഴപ്പമായിട്ട്, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.